ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സിംഗിൾ ഫേസ് 16 വേയുടെ ഡി ബിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. 16 വേ എന്ന് ഉദ്ദേശിച്ചത് 16 MCB, അതായത് ടോട്ടൽ നമുക്ക് 16 MCB വരെ മാക്സിമം കൊള്ളിക്കാം. പക്ഷേ ഐസൊലേറ്ററും ELCB വന്നു കഴിയുമ്പോൾ 4 എണ്ണം ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. ബാക്കി 16 വേയിൽ നിന്ന് 4 എണ്ണം പോയി കഴിഞ്ഞാൽ 12 MCB നമുക്ക് ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് 12 MCB നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ, അതായത് 16 വേ ഡി ബിയുടെ ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഏറ്റവും ആദ്യമേ തന്നെ സിംഗിൾ ഫേസ് ആയതുകൊണ്ട് ഒറ്റ ഫേസാണ് വരുന്നത്. ഈ ഫേസ് ഏറ്റവും ആദ്യം KSEBിയിൽ നിന്നും മീറ്റർ ബോക്സിലേക്കാണ് വരുന്നത്. മീറ്റർ ബോക്സിൽ നിന്നും ഒരു ഫ്യൂസ് യൂണിറ്റ് വഴി 16 ആമ്പിയറിൻ്റെ ഒരു ഫ്യൂസ് യൂണിറ്റ് അല്ലെങ്കിൽ 32 ആംസിൻ്റെ യൂണിറ്റ് ഡയറക്റ്റായിട്ട് നമുക്ക് ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. ഈ കാണുന്നതെല്ലാം തന്നെ ഇത് ഐസൊലേറ്റർ ചെയ്യുന്നത് ആ ബ്ലൂ കാണിക്കുന്നത് ELCB, ELCB അല്ലെങ്കിൽ RCCB വരുന്നത്. പിന്നെ ബാക്കി വരുന്ന എല്ലാം MCBകളാണ്. ഫസ്റ്റ് വരുന്നത് ഐസൊലേറ്ററിലേക്കാണ് കണക്ഷൻ വരുന്നത്. അതിനുശേഷം ഐസൊലേറ്ററിൽ നിന്നും നേരെ ELCBയിലേക്കാണ് വരുന്നത്. അതായത് ഐസൊലേറ്ററിൽ നിന്നും ഫേസും ന്യൂട്രും കൺട്രോൾ ചെയ്തിട്ട് ELCBയിലേക്ക് വരുന്നു. ELCBയിൽ നിന്നും ന്യൂട്രൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ആ സെയിം തന്നെ ന്യൂട്രൽ നമ്മൾ വന്നിട്ട് ന്യൂട്രലിൻ്റെ ലിങ്ക് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ന്യൂട്രൽ ലിങ്ക് വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, ഡി ബിയിൽ ന്യൂട്രൽ ലിങ്ക് വളരെ വലിയൊരു ലിങ്കായി ബാറായിരിക്കും മുകളിൽ കൊടുത്തിരിക്കുന്നത്. മിക്ക ഡി ബികളുടെയും സിംഗിൾ ഫേസ് ഡി ബികളുടെയും മിക്ക പൊസിഷൻ കറക്റ്റ് ഏകദേശം അവിടെ തന്നെയായിരിക്കും കൊടുക്കുക. അതായത് ന്യൂട്രൽ ലിങ്ക് കംപ്ലീറ്റ് കറക്റ്റ് എല്ലാ ന്യൂട്രും, അതായത് നമ്മൾ ഏതൊക്കെ സർക്യൂട്ട് വലിച്ചിട്ടുണ്ടോ ആ സർക്യൂട്ടിൻ്റെ എല്ലാം തന്നെ ന്യൂട്രലുകളെല്ലാം തന്നെ ഈ ന്യൂട്രൽ ബാറിലേക്കായിരിക്കും നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടുത്ത സെക്ഷനാണ് വരുന്നത് എർത്തിൻ്റെ സെക്ഷൻ. എർത്തിന് 2 ബാർ സാധാരണ നോർമലി നമ്മുടെ ഈ ഡി ബിയിൽ കാണിക്കാറുണ്ട്. ഇതും ഒരു എർത്ത് ബാറാണ്, ഇതും ഒരു എർത്ത് ബാറാണ്. അതായത് പച്ച വയറുകളെല്ലാം കണക്ട് ചെയ്ത് എല്ലാ സ്ഥലത്തു നിന്നും പ്ലഗുകളിൽ നിന്നും വരുന്ന എല്ലാം എർത്ത് ബാർ. ഇനി നമ്മൾ ഫേസ്, അതായത് ഐസൊലേറ്ററിൽ നിന്ന് ELCBയിൽ നിന്ന് വരുന്ന ഫേസ് എല്ലാ MCBകളുടെ താഴെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് ബാർ ഉണ്ട്. ഈ ലിങ്ക് ബാർ എല്ലാം കൂടി ഒന്നിച്ചാണ് ലിങ്ക് ബാർ നമ്മൾ കണക്ട് ചെയ്തത്. അതുകൊണ്ട് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലേക്കും ഒരേപോലെ ലിങ്ക് ചെയ്യേണ്ട, വയർ ലിങ്ക് ചെയ്യേണ്ട, ലിങ്ക് ബാർ ഒറ്റയടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലേക്കും താഴത്തെ എല്ലാ MCBകളിലേക്കും ഒന്നിച്ച് സപ്ലൈ കിട്ടും. അതിൻ്റെ എന്നിട്ട് ശേഷം ELCBയിൽ നിന്നും ഒരു ലിങ്ക് ബാറിലേക്ക് നമ്മൾ ഒരു കണക്ഷൻ കൊടുക്കുന്നു. ഇതെല്ലാം സെപ്പറേറ്റ് റൂം സർക്യൂട്ടുകളും അതുപോലെ തന്നെ മോട്ടറിൻ്റെ സർക്യൂട്ടുകളും പവർ സർക്യൂട്ടുകളും എല്ലാം കാണുന്നത് MCBകളാണ് ഈ കാണുന്നത്. 10 ആമ്പിയർ MCB, 10 ആമ്പിയർ, 16 ആമ്പിയർ, 20 ആമ്പിയർ, അങ്ങനെ എല്ലാ MCBകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയും സെക്ഷനാണ് വരുന്നത്. അതിന് സെപ്പറേറ്റ് ഒരു സെപ്പറേറ്റ് മാത്രമേ നിങ്ങൾക്ക് കാണിക്കും. ഒരു സെപ്പറേറ്റ് സെപ്പറേഷൻ ഒരു 10 ആമ്പിയറിൻ്റെ MCB ഇട്ടിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിടണം ഏറ്റവും ബെറ്റർ. കാരണം അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ വീടുകളിലെ ഇൻവെർട്ടർ സെക്ഷൻ സെപ്പറേറ്റ് മാറ്റിയിടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻവെർട്ടർ സെക്ഷൻ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ആ ഇൻവെർട്ടറിൻ്റെ ഫുൾ സെക്ഷൻ ഒരു സൈഡിലേക്ക് മാറ്റി അതിന് സെപ്പറേറ്റ് ഒരു MCB ആണ് കൊടുത്തിരിക്കുന്നത്. ചാർജിങ് സെക്ഷനിൽ നിന്നും ഈ MCBകളിൽ നിന്നും ഒരു ചാർജിങ് സെക്ഷനിലേക്ക് പോകുന്നു. അതിനുശേഷം ഇൻവെർട്ടറിൽ നിന്നും വരുന്ന പോയിൻ്റാണ് ഈ MCBയുടെ താഴെ കൊടുക്കുന്നു. അതിനുശേഷം ആ MCBയുടെ മുകളിൽ എല്ലാ റൂമുകളിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും വലിച്ചിരിക്കുന്ന ഇൻവെർട്ടറിൻ്റെ പോയിൻ്റുകളെല്ലാം ലിങ്ക് ചെയ്തതിന് ശേഷം ആ MCBയുടെ മുകളിലാണ് കൊടുക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് നമുക്ക് ഓൾറെഡി ഒരു ഇൻവെർട്ടറിന് സെപ്പറേറ്റ് ഒരു സെക്ഷനായിട്ട് മാറി നിൽക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഈ വീഡിയോ ആരെങ്കിലും ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.